ഗജാനനം ഭൂതഗണാദിസേവിതം കപിത്തജംബുബലസാര ഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം നമാമി വിഘ്നേശ്വര പാദപങ്കജം നമാമി വിഘ്നേശ്വര പാദപങ്കജം. എല്ലാവർക്കും രാമായണ പ്രഭാഷണത്തിലേക്ക്, രാമായണ ഭൂമികയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ദശരഥനെ 10 ഇന്ദ്രിയങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ജീവനായിട്ട് സങ്കല്പിച്ചിട്ടുള്ളത്? ആ ജീവന്റെ കർമ്മഭൂമികയിൽ, ഈ ലോകത്തിൽ വ്യവഹരിക്കുന്നതിൽ തൻ്റെ ഭാര്യമാരായിട്ടുള്ള കൗസല്യ, കൈകേയി, സുമിത്ര, ഈ 3 ഭാര്യമാരെ ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി, ഇങ്ങനെയുള്ള 3 ശക്തിത്രയങ്ങളായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ 3 ശക്തികളിൽ നിന്ന്, അതുപോലെ തന്നെ ജീവൻ അനുഭവിക്കുന്ന 3 അവസ്ഥകളും അതേസമയം ജീവന്റെ പരമമായ ലക്ഷ്യമായിട്ടുള്ള, അല്ലെങ്കിൽ സഹജമായിട്ടുള്ള 4ാമത്തെ അവസ്ഥ, ജീവൻ മറന്നിരിക്കുന്ന, അജ്ഞാനത്താൽ ആവരണം ചെയ്യപ്പെട്ട് അനുഭവവേദ്യമാകാത്ത 4ാമത്തെ തുരീയം എന്ന് പറയുന്ന അവസ്ഥ. ഈ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, തുരീയം എന്ന് പറയുന്ന 4 അവസ്ഥകളെ പ്രതിനിധാനം ചെയ്യുന്ന 4 സന്തതികൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതുവരെയാണ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. ഇന്നലെ പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ശ്രീരാമൻ ജനിച്ച സമയത്ത് ശ്രീരാമൻ വിഷ്ണുവിനോട് ബ്രഹ്മാവ് അഭ്യർത്ഥിക്കുന്നതും, അങ്ങനെ വിഷ്ണു ജന്മമെടുക്കാമെന്ന് പറയുന്നതായിട്ടുള്ള കഥയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ അടയാളങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ജന്മം എടുത്തത്. അപ്പൊ കൗസല്യ ആ മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ അടയാളങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ അടയാളങ്ങളെ തത്വചിന്ത ഇന്ന് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലത്തെ നമ്മുടെ പ്രഭാഷണം അവസാനിപ്പിച്ചത്. അപ്പം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് 4 കൈകൾ. ആ 4 കൈകളിൽ കാണുന്ന ശംഖ്, ചക്രം, ഗദ, പത്മം. അതുപോലെ 3 മാലകൾ: കൗസ്തുഭം, ശ്രീവത്സം, വനമാല. പിന്നെ 2 മകരകുണ്ടലങ്ങൾ, കാതിലുകൾ. ഇങ്ങനെ തുടങ്ങിയിട്ട് കുറച്ച് ചിഹ്നങ്ങളുണ്ട്, അടയാളങ്ങളാണ്. ഈ ചിഹ്നങ്ങളെല്ലാം തന്നെ ഏതൊന്നിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്?
ഏതിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് വ്യാസർ മറ്റൊരിടത്ത് മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതത്തില് ദ്വാദശ സ്കന്ധത്തില് അത് കാണാം. നമുക്ക് ഇവിടെ ഈ ഇത് ഇവിടെ മനനം ചെയ്യേണ്ടത്, വിചാരം ചെയ്യേണ്ടത് ഒരു അനിവാര്യമായിട്ടുള്ളത് കൊണ്ട്, കാരണം നമ്മൾ രാമായണത്തെ വ്യാസര് തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇതിന് അധ്യാത്മ രാമായണം എന്നുള്ള പേര് തന്നെ വരുന്നത്. ഇത് ആത്മസംബന്ധിയാണ്. അപ്പൊ ഈ അടയാളങ്ങളെയൊക്കെ എങ്ങനെയാണ് കാണേണ്ടത്? ഇത്തരം അടയാളങ്ങളൊക്കെ ഇന്ന് ബാഹ്യലോകത്തും സുലഭമാണ്. ബാഹ്യലോകത്ത് നമുക്കറിയാം, നമ്മൾ പറയുന്ന ഐക്കൺ അല്ലെങ്കിൽ സിമ്പലുകൾ, ഈ സിമ്പലുകളൊക്കെ ഓരോന്നിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഈ ബെൻസ് കാറിന് അതിന്റെ സ്റ്റാർ ഉണ്ട്. മൂന്ന് മൂന്ന് വാലുകളാണ് അതിന്, ആ സ്റ്റാറിൽ കാണുക നമുക്ക്. അപ്പൊ അവർക്ക് എന്തിനെയാണ് ആ സ്റ്റാർ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് കമ്പനി പറയുന്നുണ്ട്. അത് അവര് ഒന്ന് ആകാശത്തെ റെപ്രസെന്റ് ചെയ്യുന്നു, ഒന്ന് റോഡിനെ, ഭൂമിയെ റെപ്രസെന്റ് ചെയ്യുന്നു, മറ്റൊന്ന് ജലത്തെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഈ ആകാശത്തിലും ഭൂമിയിലും ജലത്തിലും ഈ മൂന്ന്, കരമാർഗവും ജലമാർഗവും വായുമാർഗവും, ഈ മൂന്ന് മാർഗങ്ങളിലും കൃത്യമായ അടയാളം സ്ഥാപിച്ചിട്ടുള്ള ഒരു കമ്പനിയാണത് മെഴ്സഡീസ് ബെൻസ്. അപ്പൊ അവർ ആ സ്റ്റാർ വെച്ചിരിക്കുന്നത്, ആ സ്റ്റാറിനെ, അത് സ്റ്റാർ സിമ്പിൾ അത് പ്രതിനിധാനം ചെയ്യുന്നുണ്ട്, അത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് അവരുടെ ഐഡിയോളജിയെ. അപ്പൊ ഈ ആധുനിക ലോകത്ത് ഇതുപോലെയാണ്. ഓരോ കമ്പനികൾക്കും അതിന്റെ ലോഗോ അത് വളരെ വ്യക്തമായി, സ്പഷ്ടമായി എന്താണ് ആ കമ്പനി എന്ന് പറയാൻ അവരതിലൂടെ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് വളരെ പൗരാണികമായിട്ടുള്ള ഒരു രീതിയാണ്. അപ്പൊ ഈ ആധുനിക കാലത്ത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നിരിക്കെ, ഇത് വളരെ വ്യക്തമായി ഇങ്ങനെയാണ് ഇത് പറയപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും നമുക്കിത് മനസ്സിലാവുന്നില്ല എന്ന് വരുമ്പോൾ ഇത് രഹസ്യങ്ങളുടെ രഹസ്യം തന്നെയല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ അടയാളങ്ങളെയാണ്. എന്താണ് കൗസ്തുഭം, എന്താണ് ശ്രീവത്സം ഇത്യാദികളൊക്കെ. അപ്പൊ വ്യാസർ പറയുന്നു, കൗസ്തുഭ വ്യപദേശേന സ്വാത്മജ്യോതിർ ബിഭർത്യജ. കൗസ്തുഭം എന്ന് വ്യപദേശിക്കുന്നത്, കൗസ്തുഭം എന്ന പേരുകൊണ്ട്, ആ കൗസ്തുഭം എന്ന് പറയുന്ന ആ മാല കൊണ്ട് അർത്ഥമാക്കുന്നത് ജ്യോതിസിനെയാണ്. എന്താണ് സ്വാത്മജ്യോതി? ഈ പ്രപഞ്ചത്തിന്റെ പരമ കാരണമായിരിക്കുന്നത് ഏതോ ആ പരമകാരണത്തെയാണ് ആ കൗസ്തുഭം എന്ന് പറയുന്ന, നമ്മളതൊരു മറുകായിട്ടൊക്കെ പുരാണത്തിൽ പറയാറുണ്ട്. അതൊരു അടയാളമാണ്, ഇതൊരു മാലയായിട്ടാണ് പറയുന്നത് കൗസ്തുഭം. അപ്പൊ ആ കൗസ്തുഭം റെപ്രസെന്റ് ചെയ്യുന്നത് പ്രപഞ്ച ഊർജത്തെ.
ഈ മുഴുവൻ വിശ്വത്തിൻ്റെ ആധാരഭൂതമായിരിക്കുന്ന ശക്തി വിശേഷത്തെയാണ്, സ്വാത്മജ്യോതി, ആ ശുദ്ധ ചൈതന്യത്തെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. കൗസ്തുഭ വ്യപദേശേന സ്വാത്മജ്യോതിർ ബിഭർത്യജ. അജൻ, ജന്മരഹിതനായിട്ടുള്ള ഭഗവാൻ ധരിച്ചിരിക്കുന്നത് ഇന്നതിനെയാണ്. എന്നിട്ട് പറയുന്നു, തത് പ്രഭാ വ്യാപിനി സാക്ഷാത് ശ്രീവത്സം ഉരസാ വിഭു. തത് പ്രഭ, അതിൻ്റെ പ്രഭയാണ്, ആ സ്വാത്മജ്യോതിസിന്റെ പ്രഭയാകുന്നു ശ്രീവത്സം എന്ന പേരോട് കൂടിയിട്ടുള്ള രണ്ടാമത്തെ മാല. അപ്പോൾ ഒന്ന് കാരണമാണ് എങ്കിൽ, കൗസ്തുഭം കാരണമാണെങ്കിൽ ഇവിടെ ശ്രീവത്സം കാര്യമാണ്. അപ്പൊ കാരണരൂപത്തിൽ ഇരിക്കുന്നതിനെ പ്രതിനിധാനം ചെയ്യുന്ന കൗസ്തുഭം, കാര്യരൂപത്തിൽ ഇരിക്കുന്നതിനെ പ്രതിനിധാനം ചെയ്യുന്ന ശ്രീവത്സം. അപ്പൊ ഇത് രണ്ടും കാര്യകാരണങ്ങളാണ്. ഈ കാര്യത്തെയും കാരണത്തെയും അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ഭഗവാന്റെ ഒരു രൂപം. മനുഷ്യർക്ക് മനസ്സിലാവുന്ന മനുഷ്യന്റെ തന്നെ ഒരു രൂപത്തെ കൽപ്പിച്ച്, എന്നാൽ അതിൽ അസ്വാഭാവികമായിട്ടുള്ള ചിലത് കൂടെ കൽപ്പിക്കുന്നു. 4 കൈകൾ കൽപ്പിക്കുന്നു, ഇതുപോലുള്ള ആഭരണങ്ങളൊക്കെ കൽപ്പിക്കുന്നു. അപ്പം അതിൽ ആദ്യം പറയുന്ന 2 മാലകൾ ഇതിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. നമുക്ക് തോന്നും നമ്മുടെ സംസ്കാരത്തിൽ ഈ മാലകളൊക്കെ ചാർത്തി വന്നത് ഈ ഒരു സംസ്കാരത്തിൽ നിന്നാണ്. ഇതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കാനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു 3 മാല ഇടുന്നത് നല്ലതാണ്. പക്ഷെ ഈ ഓർമ്മ വേണം, ഇന്നതാണ് ഈ മാല, ഇന്നതാണ് ഇന്ന മാല എന്നുള്ളത്. അതുപോലെ കാതിലുകൾ ഇന്നതാണ് എന്നതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ആദ്യത്തെ 2 അടയാളങ്ങൾ, കൗസ്തുഭവും ശ്രീവത്സവും. മൂന്നാമത്തെ മാലയെ പറയുന്നു, സ്വമായാം വനമാലാക്യാം നാനാ ഗുണമയീം ദദത്. നാനാ ഗുണമയി, പല ഗുണങ്ങളോട് കൂടിയിട്ടുള്ള മായയെയാണ്, സ്വമായാം, തൻ്റെ തന്നെ മായയെയാണ് വനമാല എന്ന് പറയുന്നത്. അപ്പോ സീതയാണ് മായയായിട്ട് രാമനൊപ്പം നിൽക്കുന്നത്, അല്ലെങ്കിൽ പ്രകൃതി എന്ന് സീത തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രകൃതിയുടെ സ്ഥാനത്താണ് ഈ പറയുന്ന വനമാലയുടെ സ്ഥാനം. അതുകൊണ്ടാണ് വനമാല പല നിറങ്ങളോടും പല ഗന്ധങ്ങളോടും ഒക്കെ കൂടിയിട്ടുള്ളതാണ്. പലതിനെ കാണിക്കുന്നതാണ്. പലത് നാമരൂപാദികളുടെ റെപ്രസെൻറ്റേഷനാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ നാമരൂപാദികളെ പ്രതിനിധാനം ചെയ്യുന്നു വനമാല. അതുപോലെ തന്നെ കൗസ്തുഭം പ്രപഞ്ചത്തിന്റെ പരമകാരണമായിരിക്കുന്ന ഊർജത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അതിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ട് അതിൻ്റെ റിഫ്ലക്ഷനാണ് ശ്രീവത്സം എന്ന് പറയും. അപ്പൊ ഈ 3 മാലകൾ, കൗസ്തുഭവും ശ്രീവത്സവും വനമാലയും. തുടർന്ന് പറയും, വാസശ്ചന്തോമയം പീതം. ഛന്തസ് എന്ന് പറഞ്ഞ വേദം തന്നെയാണ് വസ്ത്രം എന്ന് പറയുക. മഞ്ഞ വസ്ത്രം എന്ന് പറയുന്നത് വേദത്തെ തന്നെയാണ്. ത്രിവൃത് സ്വരം ബ്രഹ്മസൂത്രം, അതിലിട്ടിരിക്കുന്ന പൂണൂല് എന്ന് പറയുന്നത് ബ്രഹ്മസൂത്രത്തെ തന്നെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. ബ്രഹ്മസൂത്രം, ത്രിവൃത് സ്വരം. അപ്പോ ഇങ്ങനെ അകാരം, ഉകാരം, മകാരം എന്ന് പറയുന്ന 3 അക്ഷരങ്ങളാണ് പ്രണവം എന്ന് പറയുന്നത്. അതാണ് 3 നൂലാണ്
സാധാരണഗതിയിൽ ഇതിലുണ്ടാവുന്നത്. അത് അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. തുടർന്ന് ബിഭർത്തി സാങ്ക്യം യോഗം ച ദേവോ മകരകുണ്ടലേ. 2 കാതിലുകളാണ്. അത് ഒരു കാതിൽ സാങ്ക്യവും മറ്റേ കാതിൽ യോഗവും. സാങ്ക്യം യോഗം ച ദേവോ മകരകുണ്ടലേ. ദേവന്റെ 2 കാതിലുകൾ ഒന്ന് സാങ്ക്യത്തെ പ്രതിനിധാനം ചെയ്യുന്നു, മറ്റൊന്ന് യോഗത്തെ പ്രതിനിധാനം ചെയ്യുന്നു. എന്താണ് സാങ്ക്യം എന്ന് ചോദിച്ചാൽ പരമമായ ജ്ഞാനത്തിൻ്റെ ആ ജ്ഞാനത്തെ അവതരിപ്പിക്കുന്നതാണ് സാങ്ക്യം എന്ന് പറയുന്നത്. യോഗം ആ സാങ്ക്യത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങളെ കുറിച്ച് പറയുന്നതാണ്. ഒന്ന് തിയറി ആണെങ്കിൽ മറ്റൊന്ന് പ്രാക്ടിക്കലാണ്. അപ്പൊ യോഗത്തില് പ്രസിദ്ധമായിട്ടുള്ള അഷ്ടാംഗ യോഗങ്ങളും വരും. അപ്പൊ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ, സമാധി, ഈ 8 അംഗങ്ങളെ ഒരു കാതിലായിട്ടും അതിൻ്റെ തിയറിയാണ് മറ്റൊരു കാതിലായിട്ടും പറയുന്നത്. ആ തിയറിയാണ് ഈ രാമായണത്തിലെ ആദ്യം മുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഏതെന്നാണോ വ്യാസർ രാമായണം ആരംഭിക്കുമ്പം ശ്രീരാമനെ സ്തുതിച്ചത്, പിന്നീട് പാർവതി ശിവനെ സ്തുതിച്ചത്, ശിവൻ ശ്രീരാമനെ വീണ്ടും സ്മരിച്ചത്, പിന്നെ ഏതൊരു തത്വത്തെയാണ് രാമൻ സീത ഹനുമാന് പറഞ്ഞു കൊടുത്തത്, അതുപോലെ രാമൻ ഹനുമാന് പറഞ്ഞു കൊടുത്തത്, ഇത് തന്നെ. അതാണ് സാങ്ക്യം. പിന്നെ അതിനെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഷ്ഠാന പദ്ധതിയായിട്ട് വരുമ്പോൾ അത് യോഗം എന്നതായിട്ട് വരുന്നു. അപ്പൊ ഈ സാങ്ക്യവും യോഗവുമാണ് 2 കാതിലുകൾ. മൗലിം പദം പാരമേഷ്ട്യം സർവലോകാഭയങ്കരം. കിരീടം എന്ന് പറയുന്നത് സർവലോകത്തിനും അഭയമേകുന്ന പ്രാപ്യസ്ഥാനമായിട്ടുള്ളതാണ്. ധർമ്മജ്ഞാനാദിബിർ യുക്തം സത്വം പദ്മം ഇഹ ഉച്യത്തെ. ഇനി 4 കൈകളിൽ ഇരിക്കുന്ന ശംഖ്, ചക്രം, ഗദ, പദ്മം അതെന്താണ് എന്ന് പറയാം. അതില് ധർമ്മവും ജ്ഞാനവും, ധർമ്മജ്ഞാനാദിബിർ യുക്തം, ധർമ്മവും ജ്ഞാനവും ചേർന്നുള്ള സത്വഗുണത്തെ പ്രതിനിധാനം ചെയ്യുന്നു. പദ്മം ഇഹ ഉച്യത്തെ. ഈ പദ്മം എന്ന് പറയപ്പെടുന്നു. ഒരു കൈയിലെ താമര. ആ താമര ധർമ്മത്തെയും അതുപോലെ തന്നെ ജ്ഞാനത്തെയും പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഓജസ് സഹോ ബലയുധം മുഖ്യതത്വം ഗദാം ദദത്. ഓജസ്, തേജസ്, ബലം, ഇതിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഗദ. അതുപോലെ അപാം തത്വം ധരവരം, ജലതത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നു ശംഖ്. തേജസ് തത്വം സുദർശനം. അഗ്നിതത്വത്തെ, തേജസ് തത്വത്തെ, മറ്റത് ഗദ പ്രാണതത്വത്തെയും കൂടിയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോ അഗ്നിതത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നു സുദർശനം. ഇങ്ങനെ ശംഖ്, ചക്ര, ഗദാധാരിയായിട്ടുള്ള ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഈ അടയാളങ്ങൾ, അല്ലെങ്കിൽ കൗസ്തുഭവും ശ്രീവത്സവും വനമാലയും ഒക്കെ നേരത്തെ ബെൻസ് കാറിൻ്റെ
ആ സ്റ്റാർ, ആ കമ്പനി, ആ സ്റ്റാറിന്റെ റെപ്രസെന്റേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ അതറിയാൻ പറ്റും. ഇങ്ങനെ ഓരോരോ കമ്പനിയുടെ ആ ലോഗോന്റെ സിംബോളിസം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതുണ്ടാവും, ഏറെക്കുറെ എല്ലാറ്റിൻ്റെയും ഉണ്ടാവും. അതുപോലെയാണ് ഈ ഈശ്വരന്റെ രൂപങ്ങൾ സൃഷ്ടിച്ച് ആ രൂപങ്ങളിൽ കൽപ്പന ചെയ്തിരിക്കുന്ന ആ വാഹനം എന്ന് പറയുന്ന ജീവജാലങ്ങളാകട്ടെ, ഈ അടയാളകളാകട്ടെ, ഇതെല്ലാം റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ദേശീയ പതാകയിൽ അശോകചക്രം, അതിൻ്റെ ആരക്കാലുകൾ, അതിലെ ത്രിവർണങ്ങൾ, ഇതൊക്കെ റെപ്രസെന്റേഷനാണ്. ലോകത്ത് ഓരോ രാജ്യങ്ങൾക്കും ഉണ്ട് അങ്ങനെ. ഇപ്പം അമേരിക്കയുടെ ഫ്ലാഗ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണുന്ന സ്റ്റാർ അവിടുത്തെ സ്റ്റേറ്റിന്റെ റെപ്രസെന്റേഷനാണ്. അങ്ങനെ ഓരോ രാജ്യങ്ങൾക്കും ഉണ്ടല്ലോ. പക്ഷേ നമ്മൾ ബാക്കിയുള്ളിടത്തെല്ലാം അത് മനസ്സിലാക്കി വെക്കും, അതിനൊന്നും നമുക്ക് കുഴപ്പമില്ല. ഇവിടെ വരുമ്പോൾ നമ്മുടെ ധാരണ ഇങ്ങനെയൊരു ഈശ്വരൻ നമ്മളെ വന്ന് അനുഗ്രഹിക്കും. കാരണം അങ്ങനെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് ഇതിൽ നിന്ന് മനുഷ്യനെ ആധ്യാത്മികമായ അറിവ് നേടുന്നതിൽ എന്നും മനുഷ്യനെ അജ്ഞാനത്തിൻ്റെ, അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളുടെ, അനാചാരങ്ങളുടെയൊക്കെ വലിയ ഗർത്തത്തിൽ അവനെ എന്നും അതിൻ്റെ ഉള്ളിലിട്ട് പീഡിപ്പിക്കുന്നത് ഒരു വിനോദമായി കാണുന്ന പൗരോഹിത്യ വർഗമുണ്ട് ഇവിടെ. അവർക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല എന്നുള്ളത് വേറൊരു രസം. ഇനി ആരെങ്കിലും ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ നിന്ന് ആളുകളെ അകറ്റാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ശ്രമവും. ചിന്മയാനന്ദ സ്വാമികൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഈ ക്ഷേത്രങ്ങളിലെ പൂജാരിമാരും തന്ത്രിമാരും ഒക്കെ ഈ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പഠിക്കുകയും അവരത് ഉൾക്കൊള്ളുകയും ചെയ്തിരുന്നുവെങ്കിൽ ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികളെ ഈ ധർമ്മത്തിൻ്റെ വഴിയിൽ കുറേയൊക്കെ അവരെ ആ ധർമ്മത്തിൻ്റെ വഴിയിൽ നടത്താൻ അവർക്ക് സാധിക്കുന്നു. പക്ഷെ അത് നേരെ വിപരീതമാണ് നടക്കുന്നത് എന്നാണ്. അതൊരു സത്യമാണ്. അപ്പൊ എന്തായാലും ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനി ഇവിടുന്ന് ഇന്നലെ ഇത്രയും പറഞ്ഞ് ശ്രീരാമനോട് കൗസല്യ പറഞ്ഞു, ഉപസംഹര വിശ്വാത്മന് അങ്ങയുടെ ഉപസംഹര വിശ്വാത്മന് അതോ രൂപം അലൗകികം ദർശയസ്വ മഹാനന്ദ ബാലഭാവം സുകോമളം. അല്ലയോ വിശ്വാത്മന്, വിശ്വത്തെ മുഴുവൻ ധരിച്ചിരിക്കുന്ന ഭഗവാനെ, അലൗകികം അതരൂപം, ഈ പറഞ്ഞ ലൗകികമല്ലാത്തതായിട്ടുള്ള ഈ രൂപത്തെ ഉപസംഹര, അങ്ങിതിനെ ഉപസംഹരിച്ചാൽ, എന്നിട്ടോ ഏതൊന്നാണോ സുകോമളം മഹാനന്ദ ബാലഭാവം, അങ്ങേയറ്റം നയനത്തിന് ആനന്ദപ്രദമായിട്ടുള്ള ബാലഭാവത്തെ, ശിശുഭാവത്തെ മേ ദർശയസ്വ, എനിക്കായിക്കൊണ്ട് കാണിച്ചു തന്നാലും. ഇത്രയും പറഞ്ഞപ്പോൾ ശ്രീരാമൻ കൗസല്യായിട്ട് ആദ്യമായിട്ട് സംസാരിക്കാൻ പോകും. കുട്ടി സംസാരിക്കുന്നത്, യദ്യദിഷ്ടം തവാസ്ത്യംബ തത്തത് ഭവതു നന്യഥ. ഏതാണോ തവ ഇഷ്ടം, ഹേ അമ്പേ, അല്ലയോ അമ്മേ, അമ്മയുടെ ഇഷ്ടം ഏതാണോ, ഏതെന്നാണോ അമ്മയ്ക്ക് ഇഷ്ടമായിട്ടുള്ളത്, തത് ഭവതു, അത് തന്നെ സംഭവിക്കട്ടെ, അന്യത ന, മറിച്ചൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട്
അമ്മയുടെ ഇഷ്ടം നടക്കട്ടെ, അമ്മ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ആവട്ടെ എന്ന് പറയാം. തുടർന്ന് ശ്രീരാമൻ പറയുന്നതാണ് ആദ്യമായിട്ട്, ജനിച്ച കുട്ടി സംസാരിക്കുകയോ എന്നൊക്കെ ചോദിച്ചാൽ, അങ്ങനെ ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ ആ രാമായണ തത്വം അപ്പോ കേൾക്കാൻ അവർക്ക് യോഗ്യത വന്നു എന്ന് കരുതുക. അതല്ല അതൊക്കെ അങ്ങനെ ഗ്രന്ഥങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ പലതും പറയും എന്നുള്ള മട്ടാണെങ്കിൽ ഈ ജന്മത്ത് നമുക്കിതൊന്നും മനസ്സിലാവാനും പോകുന്നില്ല. എന്തായാലും രാമൻ പറയുന്നു അമ്മയോട്, അഹം തു ബ്രഹ്മണാ പൂർവം ഭൂമേർ ഭാരാപനുത്തയെ പ്രാർത്ഥിതോ രാവണം ഹന്തും മാനുഷത്വമുപാഗത. ഞാനാകട്ടെ ഭൂമേ ഭാരാപനുത്തയെ, ഈ ഭൂമിയുടെ ഭാരത്തിന് ഒരു ശമനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആ ഭൂമിക്ക് ഭാരമായിട്ടുള്ളതിൻ്റെ കാരണം എന്താണ് എന്നാണെങ്കിൽ ആ കാരണക്കാരനെ ഉന്മൂലനം ചെയ്യാൻ, രാവണം ഹന്തും, രാവണനെ ഇല്ലായ്മ ചെയ്യും. ബ്രാഹ്മണ പൂർവം പ്രാർത്ഥിതോഹം തു, ബ്രഹ്മാവിനാല് പൂർവം പ്രാർത്ഥിത അഹം തു, മുമ്പ് തന്നെ പ്രാർത്ഥിക്കപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥനയാലാണ് ഭൂമിയുടെ ഭാരം തീർക്കുന്നതിനായിട്ട്, രാവണനെ വധിക്കുന്നതിനായിട്ട് അഹം മാനുഷത്വം ഉപാഗത, ഞാൻ മനുഷ്യഭാവത്തെ പ്രാപിച്ചിരിക്കുന്നത് എന്ന് കൗസല്യയോട് ആദ്യം തന്നെ രാമൻ പറയുന്നു. മാത്രമല്ല, ത്വയാ ദശരഥേനാഹം തപസാരിതപുര മത്പുത്രാഭികാംക്ഷിണ്യ തഥാകൃതം അനിന്ദിതേ. എന്നാൽ ഇത് മാത്രമല്ല, ഞാൻ തന്നെ പുത്രനായിട്ട് വരണം, മത് പുത്രത്വാഭികാംക്ഷിണ്യ, ഞാൻ പുത്രനായിട്ട് വരണം എന്നുള്ള ആകാംക്ഷയാൽ, ത്വയാ ദശരഥേന, ത്വയാ നിങ്ങളാലും, ദശരഥേന നിങ്ങളുടെ ഭർത്താവായിട്ടുള്ള ദശരഥനാലും, പുരാ തപസ ആരാധിതോഹം, പണ്ട് തന്നെ എന്നെ തപസ്സുകൊണ്ട് ആരാധിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ തപസ്സിന് പാത്രീഭൂതനായവനാണ്. അതുകൊണ്ട് തന്നെ അനിന്ദിതേ തഥാകൃതം, ഹേ അനിന്ദിതേ, അല്ലയോ നിന്ദിക്കാൻ ഒരിക്കലും സാധിക്കാത്ത സർവശ്രേഷ്ഠയായിട്ടുള്ള, അല്ലയോ അമ്മേ, തഥാകൃതം, ഞാൻ അപ്രകാരം ചെയ്തു. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ഫലവത്താക്കിയിട്ടുള്ളതാണ്. തുടർന്ന് രൂപമേതത്വയാ ദൃഷ്ടം പ്രാജ്ഞം തപസഫലം മദ്ദർശനം വിമോക്ഷായ കൽപ്പതേ ഹ്യന്യദുർലഭം. ഈ ഇപ്പൊ കണ്ടിട്ടുണ്ടല്ലോ അമ്മ ഒരു രൂപം, ത്വയാദൃഷ്ടം ഏതത് രൂപം, അമ്മ ദർശിക്കപ്പെട്ടിട്ടുള്ള ഈ രൂപം, ആ രൂപത്തെയൊക്കെയാണ് ഇപ്പൊ നമ്മൾ ശംഖുചക്ര ഗദാധാരിയായിട്ട് കണ്ടു എന്ന് പറയുന്ന അടയാളങ്ങൾ. ഇതൊക്കെ ആർക്കാണോ? ഇവിടെ ദർശനമാണ്. ഈ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഉള്ള ഒരു കാഴ്ചയാണ്. ആ കാഴ്ചയാണ് പറയുന്നത് തത്വദർശനം. അപ്പൊ ഏത് രൂപമാണോ കണ്ടിട്ടുള്ളത്, പ്രാജ്ഞം തപസ ഫലം, ഇത് തപസ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത് സംഭവിച്ചത്. അന്യദുർലഭം, ഇത് സാധാരണ അന്യന്മാർക്ക്, സാധാരണ ഒരാളുകൾക്ക്, തപസ് ഇല്ലാത്തവരെ സംബന്ധിച്ച് ഇത് മദ്ദർശനം, എൻ്റെ ദർശനം എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ളതാണ്. അന്യർക്ക് ദുർലഭമാണ്,
അതേസമയം മദ്ദർശനം വിമോക്ഷായ കൽപ്പതേ, എൻ്റെ ഈ ദർശനം, അമ്മ കണ്ടിട്ടുള്ള ഈ ദർശനം മോക്ഷത്തിന്, വിമോക്ഷായ വിശേഷേണയുള്ള സംസാരത്തിൻ്റെ പൂർണ്ണമായ അറുതിക്ക് കാരണമായി തീരുന്നു. കൽപ്പതേ, കാരണമായി തീരുന്നു. മാത്രമല്ല സംവാദമാവയോർ യസ്തു പഠേദ്വാ ശൃണുയാദപി സ യാതി മമ സാരൂപ്യം മരണേ മത്സ്മൃതിം ലഭേത്. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ രാമായണത്തിലെ പ്രധാനപ്പെട്ട വരികളാണ്. വ്യാസരിങ്ങനെ ഇന്നലെ പറഞ്ഞതുപോലെ പലരിലൂടെയും അവതരിപ്പിക്കുന്നു. സംവാദമാവയോഹോ യസ്തു, ആവയോഹോ സംവാദം, നമ്മൾ രണ്ടുപേരും തമ്മിൽ നടന്നിട്ടുള്ള ഈ സംവാദം, യഹാതു യാതൊരുവനാണ്, പഠേത് ശൃണുയാത് അഭിവ, ആരാണോ ഇത് പഠിക്കുന്നത്, ആരാണോ നമ്മൾ തമ്മിലുള്ള ഈ സംവാദം കേൾക്കുന്നത്, ഇപ്പൊ നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, കേൾക്കുന്നത്, അവർക്ക് സഹ മമ സാരൂപ്യം, എൻ്റെ സാരൂപ്യത്തെ, എന്നെ തന്നെ പ്രാപിക്കുന്നു പറയാം. മാത്രമല്ല മരണേ മത്സ്മൃതിം ലഭേത്, അവർക്ക് അവരുടെ മരണത്തിൽ എൻ്റെ സ്മൃതിയെ ലഭിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മരിക്കുന്നില്ല, അവരമരത്വത്തെ പ്രാപിക്കുന്നു. മരണം ആർക്കാണ്? ശരീര മനോബുദ്ധി ഉപാധികളിൽ ഞാനെന്ന് അഭിമാനിക്കുന്നവർ മാത്രമേ മരിക്കുന്നുള്ളൂ. കാരണം ഞാൻ ശരീരമാണെന്ന് ആരറിയുന്നുവോ ആ ആളുടെ മരണം അദ്ദേഹത്തിൻ്റെ മരണമാണ്. മറ്റത് ഞാൻ കേവലം ശരീരമല്ല എന്നറിയുന്ന ഒരാളെ സംബന്ധിച്ച് ശരീരത്തിൻ്റെ നാശം തൻ്റെ നാശമല്ല. അതുകൊണ്ട് ശരീരത്തിൻ്റെ ത്യാഗത്തിൽ, ശരീരത്തിൻ്റെ നാശത്തിൽ, ആ ശരീരത്തിൻ്റെ നാശത്തിൻ്റെ വേളയിൽ എന്നെ അറിയുന്നു എന്ന് പറയുമ്പം അമരത്വത്തെ പ്രാപിക്കുന്നു, നിത്യമായതിനെ അവർ കൈവരിക്കുന്നു. ഞാൻ എന്നത് നിത്യമാണ്. ഇത്യുക്ത്വാ മാതരം രാമോ ബാലോ ഭൂത്വാ രുരോധഃ ബാലത്വേപി ഇന്ദ്രനീലാഭോ വിശാലാക്ഷോ അതിസുന്ദര. ഇങ്ങനെ പറഞ്ഞിട്ട് ഇതി മാതരം ഉക്ത്വ, ഇപ്രകാരം അമ്മയോട് പറഞ്ഞു, കൗസല്യയോട് പറഞ്ഞിട്ട്, രാമൻ പറഞ്ഞിട്ട്, ബാലഭൂത്വ, ബാലനായി ഭവിച്ചിട്ട്, പിന്നെ ബാലന്റെ വേല എന്താണ്? രുരോധഃ, അവൻ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. അപ്പൊ ഈ കരച്ചിലൊക്കെ കേട്ടിട്ട് ബാലത്വേ അഭി ഇന്ദ്രനീലാഭ വിശാലാക്ഷ അതിസുന്ദര, രാമന്റെ ആ രൂപത്തെ വർണ്ണിക്കുകയാണ്. അത്യന്തം കാന്തിയോട് കൂടിയിട്ടുള്ള, വിശാലങ്ങളായിട്ടുള്ള നേത്രത്തോട് കൂടിയിട്ടുള്ള അതിസുന്ദരനായിട്ടുള്ള ആ ബാലന്റെ കരച്ചിൽ കേട്ടപ്പം എന്താണ്? ദശരഥൻ വിവരം അറിയുന്നു. ആ ദശരഥൻ ഓടിക്കൂടുന്നു, ഓടി വന്നു. അങ്ങനെ പുത്രോദ്ഭവോത്സവം ശ്രുത്വ, ഇതുവരെ പുത്രനില്ലാത്ത ദുഃഖത്തിലായിരുന്നു. ഇപ്പൊ പുത്രന്മാരാണ് ജനിച്ചത്, ഒന്നല്ല 4 പേരൊക്കെയാണ്. അതേതായാലും രാമൻ അവതരിച്ചു, തുടർന്നുള്ള സംഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പോ ദശരഥൻ ഗുരുവിനോടൊപ്പം വേഗത്തിൽ ഓടി വന്നു. അങ്ങനെ രാമനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഗുരുവിനെ കൂട്ടിയിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാം. രാമം രാജീവപത്രാക്ഷം ദൃഷ്ട്വാ ഹർഷാശ്രുത സംപ്ലുത ഗുരുണാ ജാതകർമാണി കർത്തവ്യാനി ചകാരസ. അങ്ങനെ ഗുരുവിനെ കൂട്ടിയിട്ട് വളരെ വേഗത്തിൽ തന്നെ വസിഷ്ഠനെയും കൂട്ടിയിട്ട് ഈ കൗസല്യയുടെ അടുത്ത് വന്ന്, കുട്ടി ജനിച്ചു കഴിഞ്ഞല്ലോ, ഇനി
ആദ്യം ചെയ്യുന്ന കർമ്മമാണ് ജാതകർമ്മം. ജാതകർമ്മം എന്ന് പറഞ്ഞാൽ ജാതകം എഴുതുക എന്നുള്ളതല്ല. 16 കർമ്മങ്ങളുണ്ട്. അതിനെയാണ് 16 സംസ്കാരങ്ങൾ എന്ന് പറയുക. ഗർഭാധാനം, പുംസവനം, ശ്രീമന്തം പിന്നെ വരുന്നതാണ്. ഇത് ഗർഭാധാനവും പുംസവനവും സീമന്തവും. ഗർഭാധാനം ഗർഭത്തിലേക്ക് ഒരു സൽസന്താനത്തെ ജനിക്കണം എന്ന സങ്കല്പത്തെ ആവാഹിക്കലാണ്. അങ്ങനെ ആ സങ്കല്പത്തെ രണ്ടു കൂട്ടരും, ഗർഭാധാനം ചെയ്യുന്ന ആളും അതിനെ സ്വീകരിക്കുന്ന ആളും, രണ്ടു പേർക്കും ഈ ഒരു സങ്കല്പം ഉണ്ടായിരിക്കണം. അങ്ങനെ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള സംസ്കാരമാണ് പുംസവനവും സീമന്തവും. പുംസവനത്തിൽ എന്തൊക്കെ ആഹാരാദികൾ കഴിക്കണം, ഗർഭരക്ഷയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. സീമന്തം കുട്ടിക്ക് ഒരു തലയുറച്ച് ഒരു 5 മാസമൊക്കെ ആവുന്ന സമയത്ത്, 4 മാസം കഴിഞ്ഞാൽ ആ മാതാവ് കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നത് 2 പേർക്കും കൂടെ, 2 പേരുണ്ട് എന്നുള്ള, ഒരാൾ മാത്രമല്ല, ഒരാൾ ഉദരത്തിൽ വളരുന്നുണ്ട്. ഒന്നാവാൻ, രണ്ടാവാം, കുട്ടികളുണ്ട് എന്തായാലും, കുട്ടികളോ. അപ്പൊ ആ ഭാവത്തോട് കൂടിയിട്ടാണ് അവരോട് മറ്റുള്ളവർ പെരുമാറുന്നത്. അവരും സ്വയം അതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് അവരുടെ കാഴ്ചയിലും കേൾവിയിലും അവരുടെ ആഹാര നീഹാരാദികളിലൊക്കെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടുള്ള ഒരു ജീവിതചര്യയാണ്. പിന്നെ ഈ സീമന്തം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞാലുള്ളതാണ് ജാതകർമ്മം. ജനിച്ച ഉടനെ ചെയ്യുന്ന, നീ ബ്രഹ്മമാണ്, പ്രണവമാണ് എന്നൊക്കെ അച്ഛൻ കുട്ടിയുടെ കാതിൽ പറയുന്നതാണ്. പിന്നീട് തുടർന്ന് വരുന്നത് നാമകരണം. അതും ഇവിടെ പറയും. അങ്ങനെ ജാതകർമ്മം, നാമകരണം, പിന്നെ നിഷ്ക്രമണം, അന്നപ്രാശം തുടങ്ങിയിട്ട് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, അങ്ങനെ തുടങ്ങിയിട്ട് ഉള്ള 16 കർമ്മങ്ങളുണ്ട്. ഷോഡശം 16, അവസാനത്തത് അന്ത്യേഷ്ടി എന്ന് പറയുന്ന മരണാനന്തര ചടങ്ങ്. ഇങ്ങനെ 16 കർമ്മങ്ങളിൽ മനുഷ്യനെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അത് കേവലം ബ്രാഹ്മണർക്ക് എന്ന് മാത്രമല്ല, എല്ലാവർക്കും ഉള്ളത്. നമ്മുടെ ധാരണ ഇതൊക്കെ ബ്രാഹ്മണർക്ക് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനുള്ളതാണ്. ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഈ ജാതി ബ്രാഹ്മണനെ കുറിച്ച് നമ്മുടെ ശാസ്ത്രത്തിൽ എവിടെയും പറയുന്നുമില്ല. ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളതാണല്ലോ ഈ ജാതി ബ്രാഹ്മണര്. അപ്പൊ കർമ്മം അത് ഒരു വേറൊരു വിഷയമാണ്. നമ്മളിപ്പോൾ അത് തൽക്കാലം അതിലേക്ക്, ഏതായാലും ഇവിടെ ബ്രാഹ്മണ ശബ്ദം കേൾക്കുമ്പോൾ ഇപ്പൊ കാണുന്ന ബ്രാഹ്മണ എന്നുള്ളതല്ല. അങ്ങനെ ദയവ് ചെയ്ത് മനസ്സിലാക്കരുത്. അങ്ങനെ മനസ്സിലാക്കിയാൽ നമുക്കിതിനോട് ദേഷ്യം തോന്നും, ഈ സ്ക്രിപ്റ്റേഴ്സിനോട് തന്നെ ഒരു വെറുപ്പ് തോന്നും. അതല്ല, ജ്ഞാനികളായിട്ടുള്ള ആളുകൾ വേദാധ്യയനം ചെയ്യുകയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെയാണ് ബ്രാഹ്മണർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവരുടെ കർമ്മത്തെയൊക്കെ ഗീതയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഗീതയിൽ മാത്രമല്ല, എല്ലാ ശാസ്ത്രത്തിലും ഉണ്ട്. ബ്രാഹ്മണന്റെ ലക്ഷണം പറയുന്ന ഒരു ഉപനിഷത്തിന്റെ പേര് വജ്രസൂചികോപനിഷത്ത് എന്നാണ്. ആ ഉപനിഷത്തിൽ തന്നെ ചോദ്യമുണ്ട്, ആരാണ് ബ്രാഹ്മണൻ എന്നാണ് ഉപനിഷത്തിന്റെ ചോദ്യം. ആ ഉപനിഷത്ത് അവസാനിക്കുന്നത് ആരാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. വേറെ ഒരു വിഷയവും ആ ഉപനിഷത്ത് ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന ഉപനിഷത്താണ്. അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇനി അതല്ല എങ്കിൽ നമ്മൾ ഒരിക്കൽ ആ ഉപനിഷത്ത് എടുക്കാം. അപ്പോ എന്തായാലും ഈ പറഞ്ഞ ജാതകർമ്മം ചെയ്യാൻ വേണ്ടി വസിഷ്ഠനോടൊപ്പം ഇവിടെ വരുന്നു. തുടർന്ന് ഈ കൈകേയി ജാത ഭരതം അസൂത കമലേക്ഷണ സുമിത്രായാം യമൗ ജാതൗ പൂർണേന്ദു സദൃശാനനൗ. മറ്റ് 2 ഭാര്യമാരിൽ എന്ത് സംഭവിച്ചു അതും കൂടെ വ്യാസർ അടുത്ത ശ്ലോകം കൊണ്ട് പറയുകയാണ്. അത കമലേക്ഷണ കൈകേയി, താമര നേത്രത്തോടു കൂടിയിട്ടുള്ള സുന്ദരിയായിട്ടുള്ള കൈകേയി ഭരതം അസൂത, ഭരതനെ പ്രസവിച്ചു. സുമിത്രായാം, സുമിത്രയില് പൂർണേന്ദു സദൃശാനനൗ, പൂർണ്ണചന്ദ്രന്
തുല്യമായ മുഖത്തോട് കൂടിയ യമൗ ജാതൗ 2 പേർ ജനിച്ചു. അപ്പോ അനന്തരം കൈകേയിക്ക് കൈകേയി ഭരതം അസൂത, ഭരതനെ പ്രസവിച്ചു. സുമിത്രയില് 2 ചന്ദ്രസമാനന്മാരായ മുഖത്തോടു കൂടിയ 2 കുട്ടികൾ ജനിച്ചു. കുട്ടികളുടെ പേര് ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടില്ല. തുടർന്ന് പറയുന്നു, തഥാ ഗ്രാമസഹസ്രാണി, ഇവിടെ വന്നു ബ്രാഹ്മണ ശബ്ദം, തഥാ ഗ്രാമസഹസ്രാണി ബ്രാഹ്മണേഭ്യോ മുദാ ദദൗ സുവർണാനി ച രത്നാനി വാസാംസി സുരഭി ശുഭ. അങ്ങനെ ദശരഥൻ അപ്പൊ തന്നെ ബ്രാഹ്മണർക്കായിക്കൊണ്ട്, ജ്ഞാനികൾക്കായിക്കൊണ്ട് ഗ്രാമസഹസ്രാണി സുവർണാനി രത്നാനി വാസാംസി ശുഭാ സുരഭി മുദാ ദദൗ, സന്തോഷത്തിന്റെ അടയാളങ്ങളായിട്ട് രാജാക്കന്മാര് ബ്രാഹ്മണർക്ക്, ജ്ഞാനികളായിട്ടുള്ളവർക്ക് ഈ പശു, സ്വർണം, ഭൂമി, വസ്ത്രം ഇങ്ങനെയുള്ളതൊക്കെ ദാനം ചെയ്തു. നമ്മളും ഇങ്ങനെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യമൊക്കെ ഉണ്ടായാൽ, നല്ലതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വീട്ടിലൊരു കുട്ടി, ഒരു അംഗം കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ബ്രാഹ്മണർ എന്ന് പറയുന്ന ഇപ്പം നമ്മൾ സമൂഹ മഠത്തിൽ കൊണ്ടു കൊടുക്കണം എന്നല്ല, ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അർഹിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതങ്ങനെ ചെയ്യണം. ആ സന്തോഷത്തെ നമ്മൾ പങ്കുവെക്കണം. രാജാവ് എന്ന നിലയിൽ അദ്ദേഹം ആ സന്തോഷത്തെ ലോകരുമായി പങ്കുവെച്ചു. ഇനി നാമകരണം നടക്കുകയാണ്. ഈ നാമകരണത്തിൽ ഇനി അങ്ങോട്ടുള്ള ശ്ലോകങ്ങളൊക്കെ വളരെ മനോഹരമാണ്. ഈ നാമകരണത്തിൽ ആരാണ് ഇവര്? നമ്മൾ ഈ 4 പേരെയും ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, സമാധി എന്ന് പറയുന്ന, തുരീയം എന്ന് പറയുന്ന 4 അവസ്ഥകളാണ്. 4 അവസ്ഥ എന്ന് പറയുന്ന 3 അവസ്ഥ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ 3 അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ട്. 4ാമത്തെ അവസ്ഥ ഓരോ മനുഷ്യന്റെയും ലക്ഷ്യമാണ്, അത് നമ്മുടെ സ്വരൂപവുമാണ്. പക്ഷെ നമ്മൾ അതിനെ നമ്മൾ വിസ്മരിച്ചിരിക്കുന്നു. അതിനെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, യസ്മിൻ രമന്തേ മുനയോ വിദ്യയാജ്ഞാന വിപ്ലവേ തം ഗുരു പ്രാഹ രാമേതി രമണാദ് രാമ ഇത്യപി. രാമന് നാമകരണം ചെയ്തു. വിദ്യയ അജ്ഞാന വിപ്ലവേ, വിദ്യ കൊണ്ട്, ജ്ഞാനം കൊണ്ട്, അജ്ഞാന വിപ്ലവേ, അജ്ഞാനത്തെ പൂർണ്ണമായി ദൂരീകരിക്കുന്ന സമയത്ത്, അജ്ഞാനത്തെ നശിപ്പിക്കുന്ന സമയത്ത്, ഏതൊന്നാണോ മുനയ യസ്മിൻ രമന്തേ, മുനികള്, യോഗികളൊക്കെ അജ്ഞാനത്തെ നശിപ്പിച്ച് യാതൊന്നിലാണ് രമിക്കുന്നത്. ഈ ഭഗവത്ഗീത ധ്യാന ശ്ലോകത്തിന്റെ അവസാനമുണ്ട്, യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുത സ്തുന്വന്തി ദിവ്യൈ സ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമകാഹ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ യം പശ്യന്തി യോഗിനോ യസ്യാന്തം ന വിദുസുരാസുരഗണ ദേവായ തസ്മൈ നമ എന്ന് പറയുന്ന ആ മുനികള്, യോഗികള് യാതൊന്നിനെയാണ് അജ്ഞാനത്തെയൊക്കെ നീക്കിയിട്ട് അവർ ആ ജ്ഞാനത്തിൽ നിലയുറപ്പിക്കുന്നത്. ആ ജ്ഞാനത്തിൽ നിലയുറപ്പിക്കുന്ന അതിൽ യസ്മിൻ രമന്തേ, യാതൊന്നിൽ രമിക്കുന്നുവോ, തം അതിനെ ഗുരു രാമം ഇതി പ്രാഹ, രാമൻ എന്ന് പറഞ്ഞു. ആരാണ് രാമൻ എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. വസിഷ്ഠനെ കൊണ്ടും പറയിപ്പിക്കുക, രാമൻ എന്ന് പറഞ്ഞു. മാത്രമല്ല രമണാദ് രാമ ഇത്യപി, രമിപ്പിക്കുന്നു ഇവൻ മറ്റുള്ളവരെയും എന്നുള്ളതിനാലും രാമൻ എന്ന് പറഞ്ഞു. അപ്പോ തത്വജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിപ്പിക്കുന്ന സമയത്ത്, അജ്ഞാനത്തെ നശിപ്പിച്ച് യോഗികൾ ഏതൊരവസ്ഥയെയാണോ കൈവരിക്കുന്നത് അതിനെ രാമൻ എന്നും, ഇനി അത് മാത്രമല്ല ഏതൊരാളുകളെയാണ് രമിപ്പിക്കുന്നത്, ആളുകൾ ആത്യന്തികമായി രമിക്കുന്നത് ഏതിലാണോ അതിനെയും രാമൻ. അതുകൊണ്ടാണ് സർവേഷു ഭൂതേഷു രമന്തേ ഇതി രാമ എന്ന് പറഞ്ഞു. അങ്ങനെ രാമൻ എന്ന് പറഞ്ഞു.
ഇനി ആരാണ് ഭരതൻ പറയണം. അടുത്ത ശ്ലോകത്തിൽ പറയാണ്, ഭരണാത് ഭരതോ നാമ ലക്ഷ്മണം ലക്ഷണാന്വിതം ശത്രുഘ്നം ശത്രുഹന്താരം ഏവം ഗുരുരഭാഷത. വസിഷ്ഠൻ ഇവർക്കൊക്കെ പേരിട്ടു. ഭരണാത്, ഭരണം കൊണ്ട് തന്നെ, ഭരത നാമ, ഭരതൻ എന്ന്. അപ്പൊ ഭരതൻ ജാഗ്രത അവസ്ഥയെ പ്രതിനിധാനം ചെയ്യുന്നു. ജാഗ്രത്തിലാണ് ഈ ഭരണമൊക്കെ നടക്കുന്നത്. എന്തുകൊണ്ട് രാമൻ രാജാവായിട്ട് ഇങ്ങനെ കഴിയുന്നു? അതാണ്, ഭരതനാണ് ഇതിന്റെ ആള്, ഭരതനാണ് ഭരിക്കേണ്ടവൻ. ജാഗ്രത്തിലാണ്, ഈ ജാഗ്രത അവസ്ഥയെയാണ് ഭരതൻ പ്രതിനിധാനം ചെയ്യുന്നത്. ഭരതനാമ ലക്ഷണാന്വിതം ലക്ഷ്മണം, ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ളത് കൊണ്ട് ലക്ഷ്മണൻ. സ്വപ്നം ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. ശത്രുഹന്താരം ശത്രുഘ്നം ഗുരുരഭാഷത, ശത്രുക്കളെ ഹനിക്കുന്നവനാണ്. പിന്നെ അവിടെ ജാഗ്രതയില്ല, സ്വപ്നവുമില്ല, ഇതിനെ രണ്ടിനെയും ഹനിച്ചു കഴിഞ്ഞു. പിന്നെ ഗാഠസുഷുപ്തിയാണ്. ആ ഗാഠസുഷുപ്തിയെ പ്രതിനിധാനം ചെയ്യുന്നു ശത്രുഘ്നൻ. ഗുരുരഭാഷത, ഗുരു ഇപ്രകാരം ഇവർക്ക് പേര് ചൊല്ലി ഇവരെന്താണെന്നും പറഞ്ഞു. എന്നിട്ട് മാത്രമല്ല, ഇതിൽ ഭയങ്കര രസമായിട്ടുള്ള ഇതിലൊരു ചേരുവയും കൂടെ ഉണ്ട്. അതും ഈ ശ്ലോകം കൊണ്ട് പറയുകയാണ്. ലക്ഷ്മണോ രാമചന്ദ്രേണ ശത്രുഘ്നോ ഭരതേന ച ദ്വന്ദ്വീഭൂയ ചരന്തൗതൗ പായസാംശാനുസാരത. ലക്ഷ്മണ രാമചന്ദ്രേണ, ലക്ഷ്മണൻ രാമനോടൊപ്പവും ശത്രുഘ്ന ഭരതേന ച, ശത്രുഘ്നൻ ഭരതനോടുകൂടിയും ചേർന്നു. എന്തുകൊണ്ടാണ്? പായസാംശാനുസാരത, പായസത്തിന്റെ അംശം ഇവരിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഈ സുമിത്രയുടെ 2 മക്കളാണല്ലോ. അപ്പൊ കൗസല്യ ഒരു അംശം കൊടുത്തു. അപ്പൊ ആ കൗസല്യയുടെ അംശത്തിൽ നിന്നാണ് ആശാൻ ഇങ്ങോട്ട് പോയത്. അതേപോലെ കൈകേയിയുടെ അംശത്തിൽ നിന്നുള്ള ആളും കൈകേയിയുടെ മകന്റെ കൂടെ കൂടി. ഇങ്ങനെ 2 പേർക്കും കൂട്ടാളികളായിക്കൊണ്ട് ഇവർ 2 പേരും ഇങ്ങനെ 2 പേർക്കൊപ്പം സഞ്ചരിക്കും. ഇനി ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ, ഇവരുടെ കുറച്ച് ലീലകളൊക്കെ, ലീല എന്ന് പറഞ്ഞാൽ ഇവരങ്ങനെ കൈകേയിയും ദശരഥനും സുമിത്രയും കൗസല്യയും ഒക്കെ വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ വളരെ സന്തോഷത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരുടെ ഒരു രാമന്റെ ഒരു ബാലലീല വർണ്ണിക്കുക ഇവിടെ തന്നെയാ, തൊട്ട അടുത്ത ശ്ലോകത്തിലാണ് പറയുന്നത്. അത് വളരെ മനോഹരമാണ്. വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം. ഭോക്ഷ്യമാണോ ദശരഥോ രാമമേഹീതി ചാസകൃത് ആഹ്വയത്യതിഹർഷേണ പ്രേംണ നായാതി ലീലയ ആനയേതി ച കൗസല്യ ആഹസ്വ സസ്മിതാസുതം ദാവത്യപി ന ശക്നോതി സ്പൃഷ്ടും യോഗി മനോഗതിം. വളരെ മനോഹര. എന്താ പറയണത്? ഭോക്ഷ്യമാണേ ദശരഥ പ്രേംണ ഹതിഹർഷണേ രാമം ഏഹി ഇതി. ഭോക്ഷ്യമാണ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ ദശരഥൻ അവിടെ ഇരിക്കുന്നു. സ്വാഭാവികമായിട്ടും അച്ഛൻ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ വിളിക്കുമല്ലോ ഭക്ഷണം കഴിക്കാൻ. അപ്പൊ ദശരഥൻ വളരെ പ്രേമത്തോടു കൂടി, പ്രേംണ അതിഹർഷേണ, മനോഹരമായിട്ടുള്ള വാക്കുകളാണ്, അത്യധികം പ്രേമത്തോടും അതിഹർഷേണ
അത്യധികം സന്തോഷത്തോടും കൂടിയിട്ട് രാമനെ രാമം ഏഹി ഇതി, രാമ വരൂ വരൂ, വന്നാലും, വളരെ ഗംഭീരായിട്ടുള്ള സംബോധനയാണ്. വന്നാലും മോനെ. ഉം. നമ്മളും അങ്ങനെയാണല്ലോ, ഇടയ്ക്ക് കുട്ടികളെയൊക്കെ വിളിക്കില്ലേ, കുട്ടാ, കണ്ണ, വാട മോനെ എന്നൊക്കെ. അല്ലെങ്കിൽ എങ്ങനെയാ വിളിക്കുക, എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ പോട്ടെ. അപ്പൊ ഏതായാലും ഇവിടെ ദശരഥൻ വിളിക്കുന്നു, മോനെ വാ വരൂ എന്ന് വളരെ മനോഹരമായിട്ട് വിളിക്കുക, വന്നാലും എന്ന്. പലവട്ടം അസകൃത് ആഹ്വയതി, പല പ്രാവശ്യം ഇങ്ങനെ വിളിക്കുന്നു, മോനെ വാ വാ എന്ന്. പക്ഷേ ഇവനോ ലീലയ ന ആയാതി, അവൻ കളികളാണ്, വരുന്നില്ല എന്ന് പറയും. ന ആയാതി, വരുന്നില്ല. അപ്പോ ദശരഥൻ അവസാനം ആനയ ഇതി കൗസല്യാമാഹച, കൗസല്യോട് പറഞ്ഞു അവനെ വിളിച്ചു വാ എന്ന് കൗസല്യോട് പറഞ്ഞു. അപ്പോഴോ സസ്മിതാസ ധാവതി അഭി, ചിരിച്ചുകൊണ്ട് അവൾ കൗസല്യ ഓടുകയാണ്. ധാവതി അഭി, അവളിങ്ങനെ ഓടുകയാണ് ഇവന്റെ പിറകെ. ഇനിയാണ് വ്യാസരൊരു അതിഗംഭീരമായ ഒരു പ്രയോഗം നടത്തുന്നത്. എന്താണെന്നറിയോ? യോഗി മനോഗതിം സുതം സ്പൃഷ്ടും ന ശക്നോതി. യോഗി മനോഗതി, യോഗികളുടെ മനസ്സിന് മാത്രം വിഷയമായിരിക്കുന്ന ആ കുട്ടിയെ, സുതനെ സ്പൃഷ്ടും, സ്പർശിക്കാൻ ന ശക്നോതി, അവൾ ശക്തയാകുന്നില്ല. അപ്പോ എന്ത് മനോഹരമായിട്ടുള്ള ഒരു വർണ്ണനയാ നോക്കൂ. ജീവൻ ദശരഥൻ 10 ഇന്ദ്രിയങ്ങളെ നിയമനമൊക്കെ ഉള്ളയാളാണ്. അങ്ങനെയുള്ള ആ ജീവൻ ആരെയാ വിളിക്കുന്നത്? നാലാമനെ അനുഭവിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. ആരോട്? അങ്ങനെ ഇച്ഛാശക്തിയാൽ, അങ്ങനെ ജീവൻ ഇച്ഛാശക്തിയാൽ ആ തുരീയത്തെ പിടിക്കാൻ ഒരു ശ്രമം നടത്തുകയാണ്. ആ തുരീയം പിടികൊടുക്കുന്നുണ്ടോ? ഇല്ല എന്ന് പറയും. തുരീയം നാലാമത്തേത് തെന്നി മാറും. വളരെ വളരെ ഗംഭീരമായിട്ടാണ് വ്യാസർ ഇവിടെ ഈ ശ്ലോകത്തെ നമ്മുടെ എന്താ പറയാ ധ്യാനത്തിന് വിഷയമാക്കാവുന്ന വിധത്തിൽ ഇതിനെയൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. അതിമനോഹരമായിട്ടുള്ളതാണ്, അതിമനോഹരം. തുടർന്ന് വരുന്നതും അതിലൊരു രസമായിട്ടുള്ള ഒരു രാമന്റെ ഒരു കേളി, രാമന്റെ ഒരു ലീല. പ്രഹസൻ സ്വയമായാതി കർത്തമാങ്കിത പാണിന കിഞ്ചിത് ഗൃഹീത്വാ കവലം പുനരേവ പാലയത്തെ. പ്രഹസൻ സ്വയമായാതി, പ്രഹസൻ മൂപ്പരിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇവരുടെ ഈ കളികളൊക്കെ, ഇവരുടെ ഈ പ്രയത്നം കാണുമ്പോൾ ആണല്ലോ ഭഗവത്ഗീത ആരംഭിക്കുന്നത് ഈ പ്രഹസൻ ഇവ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഭഗവാൻ അർജുനന്റെ ഈ തത്രപ്പാടൊക്കെ കേട്ടപ്പോൾ കൃഷ്ണന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് വ്യാസർ പറയുന്നത് പ്രഹസൻ ഇവ ഭാരത എന്ന്. ചിരിച്ചുകൊണ്ട് അർജുനനോട്, ചിരിച്ചു എന്ന് പറഞ്ഞാൽ മന്ദഹസിച്ചു എന്ന് തോന്നുന്നത് പോലെ, പ്രഹസൻ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിച്ചു എന്നൊന്നുമല്ല, ഒരു ഇളം ചിരിയാണ്. ആ ചിരി വായിച്ചെടുക്കണം. അങ്ങനെയുള്ള ചിരിയോട് കൂടിയവനായിട്ട് സ്വയം ആയാതി. കൗസല്യക്ക് പിടിക്കാൻ കിട്ടിയോ? ഇല്ല. സ്വയം ആയാതി, സ്വന്തം വന്നു. എന്നിട്ടോ സ്വയം ആയാതി. എങ്ങനെയാ? കർദമാങ്കിത പാണിന, കൈകളിൽ മണ്ണൊക്കെയുണ്ട്. അങ്ങനെ മണ്ണൊക്കെ കൂടി ചളി പുരണ്ട കൈകളോട് കൂടിയിട്ട് കിഞ്ചിത് കവലം ഗൃഹീത്വ, ചെറിയ ഉരുള, കിഞ്ചിത് അല്പം. കവലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉരുട്ടിയ
ഉരുള ഭക്ഷണമാണ് കവലം. അത് ഗൃഹീത്വ, അത് മേടിച്ചിട്ട് പുന ഏവ പാലയതി, വീണ്ടും ഓടി എന്ന് പറഞ്ഞാൽ ഒരു ക്ഷുദ്ര സമാധി അനുഭവിപ്പിച്ച് ഒറ്റപ്പോക്ക്. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ആനന്ദത്തിൻ്റെ, ഏത് ആനന്ദമാണെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന ആനന്ദങ്ങളുടെ അല്പമാത്രമായിട്ടുള്ളത് കിഞ്ചിത് കവലം ഗൃഹീത്വ പുനയേവ പാലയതി, അവൻ ഓടുകയാണ്. ഈ കിഞ്ചിത്, ഈ ഉരുള ഉരുട്ടിയതാണ് നമ്മൾ ഈ പറയുന്ന വസ്തുവകകളിലൊക്കെ കാണുന്നത്, കിട്ടുന്നത് നമുക്ക്. ചെറിയ ഉരുള, ഇത് കൂടുതൽ കിട്ടണം നമുക്ക്. ഈ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെട്ടോട്ട് ഓടുന്നത്. ഇത് എന്താ പറയുക, ഈ രാമായണം ഇപ്പോൾ ഇതിങ്ങനെ മനനം ചെയ്താൽ ഇത് ചിലയിടത്ത് ഇത് പറയാൻ ബുദ്ധിമുട്ടാണ്, മുന്നോട്ടേക്ക് ഇങ്ങനെ പോകാൻ. ഇതിങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ ഈ നമ്മുടെ ഈ കൃഷ്ണന്റെ ലീലകളുണ്ട് ഇതുപോലെ തന്നെ, അതിമനോഹരമാണ്. വ്യാസര് കൃഷ്ണനിലും ഒരുപാട് ലീലകൾ വർണ്ണിച്ചിട്ടുണ്ട്, രാമനിലും ഉണ്ട്. ഈ ഇത് ഇതിലേക്ക് നമ്മുടെ മനസ്സ് പോയി കഴിഞ്ഞാൽ, കാരണം ഇതാണ് ഈ കവി പാടിയിട്ടില്ലേ, ഉള്ളില് ഉണ്ണി ഇങ്ങനെ ആടിക്കളിക്കുമ്പോൾ പിന്നെ വേറെ എന്തിനു ഉണ്ണികളെന്നും. ഇതൊരു ഭയങ്കര സങ്കല്പമാണ്. ഈ ഭഗവാൻ എന്ന് പറയുന്ന ഈ വിശ്വേശ്വരനെ ചെറിയ കുട്ടിയായിട്ട് ആ കുട്ടികളുടെ കളികളിൽ ഈ വിശ്വത്തിൻ്റെ മുഴുവൻ കളികളെ സന്നിവേശിപ്പിക്കാൻ പറ്റിയാൽ, ഇത് ഈ സദാശിവ ബ്രഹ്മേന്ദ്രരൊക്കെ ഇതിൻ്റെ ഒരു ആശാനാണ്. ഈ ബ്രഹ്മാനന്ദത്തിൽ ആണ് മൂപ്പരുടെ കീർത്തനങ്ങളൊക്കെ. അതാണല്ലോ എന്ന തപം ചെയ്വതേ യശോദ എന്ന് പറയുന്ന, എന്ത് തപസ്സാണ് യശോദ ചെയ്തത്? ഈ ഈരേഴ് ഉലകം തീർത്തവൻ അമ്മ എന്ന് വിളിക്കണമെങ്കിൽ ആ ബ്രഹ്മമാണ് അമ്മ എന്ന് വിളിക്കുന്നത്. ആ അമ്മ എന്ന് വിളിക്കുമ്പോൾ ഇവരെത്ര തപസ്സാ ചെയ്ത്. അതില് പറയുന്നുണ്ടല്ലോ, ബ്രഹ്മനും ഇന്ദ്രനും മനതിൽ പൊറാമയ്ക്കുള്ള എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വരികളുണ്ട്, മനോഹരമാണ് അത്. അപ്പൊ ഈ നമുക്കും നമ്മുടെ കുട്ടികൾ വാസ്തവത്തിൽ ഇതാണ്. അവർക്ക് അഹങ്കാരം ഉറയ്ക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ കുട്ടികളെ നമ്മുടെ സംസ്കാരത്തിൽ ചോറ് കൊടുക്കുന്നതിന് മുമ്പ് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കാത്തതിന്റെ കാരണം അതാണ്. കാരണം അവര് ഭഗവാൻ എന്ന് പറയുന്നതിന് തുല്യമാണ്. നമ്മുടെ ധാരണ അവരെന്തോ കുട്ടികൾ മൂത്രം ഒഴിക്കും അതുകൊണ്ടാണ്. അങ്ങനെയല്ല. അവിടെ ഭഗവാൻ, അവിടേക്ക് വേറൊരു ഭഗവാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ മൂപ്പർക്ക് അവിടെ സ്ഥാനം ഉണ്ടാവില്ല, അപ്പൊ ഇരിക്കുന്ന ആൾക്ക്. അപ്പൊ ഇതൊക്കെ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ ആചാരങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അന്നപ്രാശം നടന്നു കഴിഞ്ഞാൽ പിന്നെ മായയിൽ പെട്ടുകഴിഞ്ഞു. പിന്നെ അവിടേക്ക് അഹങ്കാരം ജനിക്കുകയെന്ന, പിന്നെ ആ ഈശ്വരീയ ഭാവത്തിന് മങ്ങലേൽക്കുക. ഇവിടെ ഇതൊരു ഈ കവിയുടെ ഈ ഒരു വർണ്ണനയുണ്ടല്ലോ, ഈ തത്വത്തെ എന്ത് മനോഹരമായിട്ടാണ് സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ 7 മണിയായി. അപ്പൊ ഇനി ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഇതാന്ന് പറഞ്ഞപ്പോഴേക്ക് സമയമായി. ബാക്കി ഭാഗം നമുക്ക് നാളെ. കണ്ണൻ എന്നെ തപ്പ ആർക്കാ ഇതിലറിയാം? സ്വാമിജി എനിക്ക് അറിയത്തില്ല, അത് ഞാൻ പഠിച്ചോളാം. അത് നമുക്കിപ്പോ പ്രസീതി ഉണ്ടായിരുന്നെങ്കിൽ. പ്രസീത ഉണ്ട് ഇതില്. ഉണ്ടോ? ആ പ്രസീതി ഉണ്ട്. പ്രസീതിക്ക് അറിയാൻ സാധ്യതയുണ്ട് സ്വാമിജി. ഒന്ന് അതെ. വിളിച്ചു നോക്കിയാൽ. എന്നെ തപം ചെയ്തനെ யசோத எங்குமிரை பரபிரம்மம் அம்மா நினைத்தவம் செய்தனே யசோத
അതെ. പ്രസ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മമാണ് അമ്മേന്ന് വിളിച്ചത്. അപ്പോ അങ്ങനെ അമ്മ എന്ന് വിളിക്കണമെങ്കിൽ യശോദ എന്ത് തപസ് ചെയ്തു എന്ന് പറയുമ്പം നമ്മുടെയൊക്കെ കുട്ടികൾ അമ്മ എന്ന് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെല്ലാം തന്നെ ഈ സർവസ്വമായിരിക്കുന്ന ബ്രഹ്മം തന്നെ. ആ ബ്രഹ്മഭാവത്തിൽ ഉള്ള കുട്ടികളാണ് നമ്മളെ വിളിച്ചത്. ഇപ്പൊ ഇപ്പൊ അമ്മയെന്ന് വിളിക്കുന്ന വിളിയുടെ 10 മടങ്ങ് ശക്തിയും സൗന്ദര്യവും ആയിരുന്നല്ലോ അന്ന് അവർ വിളിക്കുമ്പോൾ. ഒരമ്മയ്ക്കും ആദ്യമായിട്ട് കുട്ടി അമ്മ അമ്മ എന്ന് പറയാൻ വേണ്ടി ആ ചുണ്ട് രണ്ടും കൂടെ അതാക്കിയിട്ടുള്ള അമ്മ എന്നുള്ള വിളി ആ അമ്മ കേൾക്കുമ്പോൾ ഉള്ള ഒരു ആനന്ദം ഉണ്ടല്ലോ. ആ അമ്മയുടെ കണ്ണുകള് നിറഞ്ഞ് എന്താ പറയുക, ആനന്ദാശ്രുക്കള് ആ കുട്ടിയുടെ തന്നെ വയറിലൊക്കെ വീഴും. അത് അങ്ങനെയാണ് അത് പറയുക. അപ്പോ അത് കേൾക്കുന്നതിന് ഓരോ അമ്മയും ചെയ്ത തപസ് എത്രയാണെന്നാ ചോദ്യം. ആദ്യത്തെ ചോദ്യം തന്നെ അതാ. എന്ന തപം ചെയ്തനേ. ആർക്കാണത് അറിയുന്നത്? പ്രസീത കേറി ഒന്ന് പ്രസീത മീനാക്ഷി പാടും തോന്നുന്നുണ്ട്. മീനാക്ഷി ഏതാണ് ധൈര്യമായിട്ട് വന്നത്? ഞാനേ ധൈര്യം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. ഞാൻ വലിയ ഗായികയൊന്നുമല്ല. ജസ്റ്റ് ഇപ്പൊ സ്വാമി പറഞ്ഞത് കൊണ്ട് ഒന്ന് പാടാന്ന് മാത്രം. തീർച്ചയായിട്ടും. ഓരോ വരി ഇങ്ങനെ നിർത്തി നിർത്തി പറഞ്ഞാൽ നമുക്ക് ആ വരി എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഓക്കെ. പ്രസീത ഉണ്ടെങ്കിൽ പാടിക്കോട്ടെ കേട്ടോ. പ്രസീത വരുന്നുണ്ടെങ്കിൽ. മീനാക്ഷി ധൈര്യമായിട്ട് പാടിക്കോളൂ. ഇന്നതവം ചെയ്തനേ യശോദ, ഇന്നതവം ചെയ്തനേ യശോദ, എന്നതവം ചെയ്തനേ യശോദ, എന്നതവം ചെയ്തനേ. எங்கும் நிறை பரபிரம்மம் அம்மா என்றழைக்க என்ன தவம் செய்தனே. പോട്ടെ. ஈரேழு புவனங்கள் படைத்தவனே, ஈரேழு புவனங்கள் படைத்தவனே, கையிலேந்தி சீராட்டி பாலூட்டி தாலாட்ட நீ என்ன தவம் செய்தனே. கையிலேந்தி சீராட்டி பாலூட்டி தாலாட்ட நீ என்ன தவம் செய்தனே. ഈരേഴ് 14 ലോകങ്ങൾ തീർത്തവനെയാണ്, ആ ബ്രഹ്മത്തെയാണ് കയ്യിലെടുത്തത്. അതിനെയാണ് തൊട്ടിലിട്ട് ആട്ടിയത്, അതിനാണ് പാല് കൊടുത്തത്. ഇങ്ങനെയൊക്കെ ചെയ്ത നീ എന്ത് തപസ് ചെയ്തു? പോരട്ടെ അടുത്തത്. ഇന്ദ്രനും ബ്രഹ്മനും മനതിൽ പൊറാമൈ കൊള്ള, ഇന്ദ്രനും ബ്രഹ്മനും മനതിൽ പൊറാമൈ കൊള്ള, ഉരലിൽ കട്ടി വായ്പൊത്തി കെഞ്ച வைத்தாய் கண்ணனே, ഉരലിൽ കട്ടി വായ്പൊത്തി കെഞ്ച வைத்தாய் തായേ என்ன தவம் ചെയ്തനേ. കണ്ടോ, ഇന്ദ്രനും ബ്രഹ്മനും മനസ്സിലാക്കാൻ തന്നെ പാടുപെട്ടിട്ടുള്ള അവനെയാണ് നീ എന്ത് ചെയ്തത്? ഉരല് കെട്ടിയത്. ആ ഉരല് കെട്ടിയ അവൻ നിന്നോട് കെഞ്ചി, അമ്മ എന്നെ ഞാനല്ല എന്നൊക്കെ പറഞ്ഞ് അവൻ എന്നോട് കെഞ്ചി. ആ ബ്രഹ്മം നിന്നോട് കെഞ്ചി. നീ അവനെ അവനാണ് സർവത്തിനെയും അവനാണ് ഈ ഉലകത്തെ തന്നെ കെട്ടിയത്. ആ ഉലകത്തെ കെട്ടിയവനെ ഉരലിൽ നീ കെട്ടിയെങ്കിൽ എൻ്റെ യശോദേ, നീ ചെയ്ത തപസ് എത്രയാണ്? അത്രേ അറിയുള്ളൂ സ്വാമി. മതി മീനാക്ഷി, അത്രയേ ഉള്ളൂ. വളരെ വളരെ സന്തോഷം മീനാക്ഷിയുടെ സന്തോഷം. ഇടപെടൽ. മീനാക്ഷി എവിടെയാണ്? മദ്രാസിലാണോ? അല്ലല്ല, ഞാൻ കോഴിക്കോടാണ്. അപ്പൊ നമ്മുടെ നാട് തന്നെയാണ്.
അതെ, അതെ. വളരെ സന്തോഷം. അപ്പൊ സന്തോഷം. അനൂപെ ഹാൻഡ് റൈസ് ചെയ്തോളൂ. ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് സ്വാമി, ഞാൻ മോഡറേറ്റർ അല്ല, എന്നെ ഒന്ന് മോഡറേറ്റർ ആക്കാം. ഓ മോഡറേറ്റർ ആയിട്ട് നിങ്ങൾ ഇതിന്റെ ഇടയിൽ മോഡറേറ്റർ ആയിട്ട് പോയി കളഞ്ഞല്ലോ ഉഷാജി. ഈ എന്തൊക്കെയാണ്? ഇന്നിപ്പോ എല്ലാം ഭക്തി സാന്ദ്രമല്ലേ, അതെ, നല്ല പാട്ടെല്ലാം കേട്ടു. അപ്പോ ഈ സ്വാമി ഇങ്ങനെ ആ ബിംബങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഈ ദാർശനിക കൃതികളെല്ലാം തന്നെ ബിംബാത്മകങ്ങളാണല്ലോ. അപ്പൊ അതിൽ ഒളിച്ചിരിക്കുന്ന എല്ലാ തത്വങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ കബീർദാസ് എഴുതിയൊരു വരി ഇവിടെ എനിക്കൊരു ഓർമ്മ വന്നതാണ്. ശരിയാണോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അനന്തമായ മിത്തുകളിൽ അനശ്വരമായ ഒരു സത്യമുണ്ട്. അതെല്ലാം ആര് കാണുന്നു? വരുണന് 1000 കണ്ണുകൾ, ഇന്ദ്രന് 100, എനിക്കും നിനക്കും 2 മാത്രം. സുന്ദരം. എത്ര പരിമിതരാണ് നമ്മൾ. അപ്പൊ നമ്മളുടെ കണ്ണുകൾ 1000 ആക്കാനായിട്ട് സ്വാമിജിയാണ് നമുക്ക് ഗുരുവായിരിക്കുന്നത്. നമുക്കൊക്കെ പരിമിതമായ 2 കണ്ണുകളേ ഉള്ളൂ. അതുകൊണ്ട് കാണുന്ന കാഴ്ചകൾ എത്ര പരിമിതമായിരിക്കുമെന്നാണ് ആലോചിച്ചത്. അതെ അതെ അതെ, അതിഗംഭീരാണ് ആ വരികള്. എനിക്കും നിനക്കും 2 മാത്രം. അതാണ് അതാണ് അനശ്വരമായ ഒരു സത്യമുണ്ടെന്ന് എഴുതിയ. അനന്തമായ മിത്തുകളിൽ അനശ്വരമായ ഒരു സത്യമുണ്ട്. അതെല്ലാം ആര് കാണുന്നു? അതാണ് മിത്തുകളിലെ സത്യം അല്ലെ? അതെ. ഉഷാജി, ആ എന്ന് പറഞ്ഞ നോവല് വായിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അതില് അതെ, അത് ഇതേപോലെയാണ് പോകുന്നത്. ശരി സ്വാമിജി, അടുത്ത ആളിലേക്ക് പോകാം. ആരാണ്? മീനാക്ഷി എന്തെങ്കിലും ചോദിക്കാൻ? സജീവ് ആരാണ്? അനൂപ് ആരാണ്? അല്ല, മീനാക്ഷി ചേച്ചിയുണ്ട്, അത് കഴിഞ്ഞാൽ സജീവ്. നമസ്കാരം സ്വാമിജി, എൻ്റെ പേര് മുഹമ്മദ് ബഷീർ. ഞാൻ ഗുരുവായൂരിൽ അടുത്ത് ചാവക്കാടാണ്. പിന്നെ അങ്ങയുടെ ഈ ഇത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. പൂർണ്ണമായിട്ടും എല്ലാ ദിവസവും കേൾക്കുന്നില്ലെങ്കിൽ കൂടി വളരെയധികം അങ്ങൊരിക്കൽ ഇത് പ്രഭാഷണത്തിനടക്കെ പറഞ്ഞു കേട്ടു. കാരണം ഇതൊക്കെ ഇങ്ങനെ സംവദിച്ചിരിക്കുമ്പോൾ നമ്മൾക്കും ഒരു സന്തോഷം വരുന്നു. അതുപോലൊരു സന്തോഷം എനിക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി ആദ്യമായിട്ട് അറിയിക്കുകയാണ്. വളരെ സന്തോഷം. വളരെ സന്തോഷം. പിന്നെ ഈ 14 ലോകത്തെ പടച്ചവനാണ് ഈ അമ്മ എന്ന് വിളിക്കുകയും അത്തരത്തിൽ അത് പടച്ചവനെ, ഉലകത്തെ പടച്ചവനെ ഉരലിൽ കെട്ടിയിട്ടു എന്ന് അങ്ങ് പറയണ്ടായി. വളരെ മനോഹരമായിട്ടുള്ള, എത്രമാത്രം ഗാഢമായിട്ടുള്ള ഒരു റിലേഷനെയാണ് അങ്ങ് അവതരിപ്പിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ഈ ഉരൽ എന്ന് പറയുന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ആ ഒരു സംജ്ഞ എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ടായി. അത് കൃഷ്ണ കഥയില് കൃഷ്ണൻ ഈ ഭയങ്കര വികൃതികളൊക്കെ കാണിക്കും. അങ്ങനെ വികൃതി കാണിച്ച് കാണിച്ച് അതിൻ്റെ ഒരു എക്സ്ട്രീമിലെത്തി. ഒരു ദിവസം യശോദ ഇങ്ങനെ കൃഷ്ണന് പാല് കൊടുത്തുകൊണ്ടിരിക്കുക. കൃഷ്ണനാണെങ്കിൽ ഉറക്കത്തുനിന്ന് ഇങ്ങനെ എഴുന്നേറ്റ സമയത്ത് മുഴുവനായിട്ടില്ലായിരുന്നു ഉറക്കം. അങ്ങനെ അങ്ങനെ തന്നെ പിടിച്ചു കൊണ്ടുവന്നതാ. എന്നാൽ ശരി എന്നുള്ള മട്ടിൽ അമ്മയുടെ മടിയിലിരുന്ന് മുല കുടിച്ചുകൊണ്ടിരിക്കുക. അത് കവി വർണ്ണിക്കുന്നത് അതിമനോഹരമായിട്ടാണ്. ഒരു മുല കുടിച്ചുകൊണ്ടിരിക്കണു, മറ്റേ മുല കൈകൊണ്ട് തിരുമ്മിക്കൊണ്ടിരിക്കുക. ഇവര് യശോദ ഇങ്ങനെ മടിയിൽ ഇത് വെച്ചിട്ട് കടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പാല് കടഞ്ഞുകൊണ്ടിരിക്കുക, തൈര് കടയുക. അപ്പോൾ അടുപ്പത്ത് പാല് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ പാലിനും കൃഷ്ണന്റെ ശരീരത്തിലേക്ക് എത്താനുള്ള എന്താ പറയുക, അങ്ങേയറ്റത്തെ ആഗ്രഹമായിട്ടുണ്ട്. പക്ഷെ പാലിന് ആരും വാങ്ങി വെക്കാത്തത് കൊണ്ട് പാല് ആത്മാഹുതി ചെയ്യുകയാണ് തീയിൽ ചാടിയിട്ട്. അങ്ങനെ തീയിലേക്ക് പാല് ചാടിയത് യശോദ പെട്ടെന്ന് കണ്ടപ്പോൾ ഈ കൃഷ്ണൻ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണനെ പെട്ടെന്ന് എടുത്ത് മടിയിൽ നിന്ന് അങ്ങോട്ട് താഴേക്ക് വെച്ചിട്ട് പാല് ശരിയാക്കാൻ പോയി. അപ്പോൾ കൃഷ്ണന് ഭയങ്കര ദേഷ്യം വന്നു. അപ്പോൾ ആ കടകോല് കൊണ്ട് ആ പാത്രം അടിച്ചു പൊട്ടിച്ച്, മാത്രമല്ല അവിടെ ഇരുന്ന സകല വലിയ പാത്രങ്ങളും അടിച്ചു പൊട്ടിച്ച് അവിടെ ഒരു പാലഭിഷേകം, ഈ തൈരും എല്ലാം കൂടെ പുറത്തേക്ക് ഇതായി. അങ്ങനെ
അപ്പൊ എന്നാ ശരി ഇവനെ ശരിയാക്കി തരാമെന്നും പറഞ്ഞിട്ട് വഴിയെ ഓടുന്നതാ. അങ്ങനെ ഓടി 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 പിടിക്കാൻ എന്താ പറയാ, അവസാനം ഓടിച്ചിട്ട് പിടി കൊടുത്തതാ കൃഷ്ണൻ. അങ്ങനെ പിടിച്ച് അങ്ങനെ ഒരു ഉരലില് കെട്ടിയിടുന്നതാ. അങ്ങനെയാണ് ദാമോദരൻ എന്നുള്ള പേര് വരുന്നത്. അങ്ങനെ ഉരലില് കെട്ടാൻ വേണ്ടിയിട്ട് കുറെ ശ്രമം നടത്തും. അപ്പോഴൊക്കെ ഈ 2 അങ്കുലം തികയില്ല, ഒരു കുറച്ച് കുറവുണ്ടാവും. പലത് അവസാനം ഈ ഗോപികമാരൊക്കെ ചിരിക്കുന്നത് കണ്ടപ്പം അവർക്ക് ഒരു പരിഹാസം തോന്നി. അപ്പൊ അവര് ചിരിച്ചു എന്ന് കണ്ടപ്പോ അവരെ അമ്മയ്ക്ക് വിഷമല്ലേ എന്ന് കരുതിയിട്ട് വേഗം അനുവദിച്ചു കൊടുത്തു. അങ്ങനെ ഉരലിൽ കെട്ടിയിടും. അങ്ങനെ ആ ഉരലും വലിച്ചുകൊണ്ട് 2 മരങ്ങളുടെ ഇടയിലേക്ക് കൃഷ്ണൻ പോകുന്നുണ്ട്. പിന്നെ ആ മരം മറച്ച് താഴെ ഇടും. നളകുബേരന്മാര് മരമായിരുന്ന അതെ ആ കഥയെ മുഴുവൻ അനുസ്മരിപ്പിക്കുന്നതാണ് ഉരലിൽ കെട്ടുക എന്ന് പറഞ്ഞത്. അതിനെയാണല്ലോ നീ ആ കുട്ടിയെയല്ലേ നീ ഉരലിൽ കെട്ടിയത്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇതായി, എന്ത് പണിയാ ചെയ്തത് യശോദെ, ഇങ്ങനെയൊക്കെ കുട്ടികളെ ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞിട്ട് യശോദയ്ക്ക് കുറെ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷം. അതിലിപ്പോ കേട്ടതിൽ വളരെ ഹൃദ്യമായിട്ട് തോന്നിയത് കൃഷ്ണന്റെ പിന്നാലെ ഓടുന്ന അമ്മയ്ക്ക് കെട്ടിയിടാൻ വേണ്ടി കൃഷ്ണൻ നിന്നു കൊടുത്തു എന്ന് അങ്ങ് പറഞ്ഞത് വളരെ മനോഹരമായി. അതെ അതെ അങ്ങനെയാണ്. അപ്പൊ ആ കൃഷ്ണനെ കെട്ടിയത് അതാണ് മാതൃത്വം എന്ന് പറഞ്ഞാല്. മാതൃത്വത്തിന്റെ മുകളിൽ ഒന്നുമില്ല. കവികളൊക്കെ തന്നെ നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ മാതൃത്വത്തെ കവച്ചു വെക്കുന്ന ഒന്നും തന്നെ ഈ വിശ്വത്തിൽ ഇല്ല എന്നുള്ളതാണ്. അതിന്റെ കീഴിലാണ് സർവവും. പിന്നെ ഇപ്പോൾ മിത്തുകള് ചരിത്രം മിത്തൊക്കെ ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ മിത്തുകളുടെ ഏറ്റവും പരിശുദ്ധവും പരിഭാവനവുമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ ഇങ്ങനെ കോറിയിടുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് സ്വാമി. അങ്ങേക്ക് വളരെ പ്രണാമം. അത് നമ്മുടെ ജീവിതത്തെ ആനന്ദപ്രദമാക്കുന്നതാ, ഊഷ്മളമാക്കുന്നതാ. കൃഷ്ണന്റെ ബാലലീലകളോ രാമന്റെ ഇതൊക്കെ നമ്മുടെ കുട്ടികളും നമ്മുടെ കുടുംബവും ത്തിലും ഇതേ ആനന്ദത്തിന്റെ, അത് അമ്മ എന്ന് വിളിച്ചാലും ഉമ്മ എന്ന് വിളിച്ചാലും ഒക്കെ നമുക്ക് ഉണ്ടാവണം. ഭാഷയിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതല്ലല്ലോ പ്രധാനം. നമുക്ക് ആ ഊഷ്മളത കയ്യറ്റു പോവാതെ നമ്മുടെ ഈ സമൂഹത്തിൽ എന്നും നിൽക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് പൂർവികന്മാർക്ക് ഉണ്ടായിട്ടുള്ളത്. മുഹമ്മദ് നബിയോട് ഒരിക്കൽ ചോദിച്ചെന്ന് കേട്ടിട്ടുണ്ട്, നാം ആരെയാണ്, അച്ഛനെയാണോ ഉമ്മാനെയാണോ ഉപ്പാനെയാണോ ആദ്യമായിട്ട് വിളിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അവിടുന്ന് പറഞ്ഞു എനിക്ക് കേട്ട അറിവേ ഉള്ളൂ, ആദ്യം വിളിക്കേണ്ടത് ഉമ്മാനെയാണെന്ന് പറഞ്ഞു. പിന്നെ ആരെയാണെന്ന് ചോദിച്ചപ്പോൾ ഉമ്മാനെയാണെന്ന് പറഞ്ഞു. പിന്നെ ആരെയാണെന്ന് ചോദിച്ചപ്പോഴും ഉമ്മാനെയാണെന്ന് പറഞ്ഞു. പിന്നെ ആരെയെന്ന് ചോദിച്ചപ്പോഴാണ് ഉപ്പാനെയാണെന്ന്. അപ്പോൾ 3 തവണ അമ്മയെ വിളിച്ചതിന് ശേഷം മാത്രമാണ് അച്ഛനെ വിളിക്കാനുള്ളതെന്നാണ് അതിൻ്റെ ഒരു സന്ദേശമാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും അതൊക്കെ ഇരിക്കട്ടെ. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള അങ്ങയുടെ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഈ ക്ലാസ് വളരെ സന്തോഷം തരുന്നു. താങ്ക് യു സ്വാമി. വളരെ സന്തോഷം. സന്തോഷ് കുമാർ. ഹലോ സ്വാമിജി. നമസ്കാരം. നമസ്കാരം സ്വാമിജി, കേൾക്കുന്നുണ്ടോ? ഓ കേൾക്കാം. നേരത്തെ നമ്മുടെ ഒരു ചങ്ങാതി ചോദിച്ച പോലെ തന്നെയുള്ളൊരു അതിനായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഈ 74 ലോകങ്ങൾ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 14 ലോകങ്ങള്, 7 ലോകങ്ങള് മുകളിലേക്കുള്ളതും 7 ലോകം താഴേക്കുമാണ്. അതല വിതല സുതല രസാതല പാതാളം എന്ന് പറഞ്ഞിട്ട് താഴേക്കുണ്ട് 7 എണ്ണം. മുകളിലേക്ക് ഭൂർ ഭുവ സ്വ മഹാ തപ സത്യ എന്നൊക്കെ പറഞ്ഞിട്ട് മുകളിലേക്ക്. ഇങ്ങനെ 14 ലോകങ്ങൾ എന്നാണ്. 14 അനുഭവ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. അനുഭവത്തിന്റെ 14 മണ്ഡലങ്ങളാണ്. അങ്ങനെ ഒരു തത്വചിന്തയുണ്ട്. സ്പെസിഫിക് ആയിട്ട് നമ്മുടെ പാഠങ്ങളിൽ ഒരു അധോലോകവും ഊർധ്വലോകവും. ഊർധ്വം ആയിട്ടുള്ള 7 എണ്ണം, 7 എണ്ണം. ഈ സത്വ രജോ തമോ ഗുണങ്ങളെ പോലെ തന്നെ അത്തരത്തിലുള്ള ലോകങ്ങളൊക്കെ തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അനുഭവ മണ്ഡലങ്ങളാവുമ്പം അങ്ങനെയാണ്. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ എന്ന് ഗീതയിൽ പറയും.
മുകളിലേക്കുള്ള ലോകങ്ങൾ, സാത്വികമായിട്ടുള്ള ഗുണങ്ങളെ പ്രാപിക്കുന്നവർ മുകളിലേക്കുള്ള ലോകങ്ങളിലേക്ക്. ഓക്കെ, ശരി സ്വാമിജി. ഓക്കെ. അപ്പോ ഇനി ആരും ഇല്ലല്ലോ? ഇല്ല ഇല്ല സ്വാമി. അപ്പൊ എല്ലാവർക്കും ഉഷാജി വളരെ സന്തോഷം. മീനാക്ഷി, ഹരിയോം സ്വാമിജി, ഹരിയോം. അജിത്ത്, സന്തോഷം കണ്ണൻ, സന്തോഷം. സ്വാമി സമാപൻ. സ്വാമി ഉണ്ട്. ഓ തീർച്ചയായും സ്വാമി. ഓം നമോ ഭഗവതേ ഓം നമോ ഭഗവതേ ഓം നമോ ഭഗവതേ വാസുദേവായ ദൽവൽദരയേ അമൃതകലശഹസ്തായ സർവമയ വിനാശായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണുവേ വിഷ്ണവേ നമഃ. സ്വാമിജി വളരെ സന്തോഷം കണ്ണൻ. അജിത്ത് സന്തോഷം. വളരെ സന്തോഷം. സന്തോഷം സ്വാമിജി, ഒരുപാട് സന്തോഷം. എന്തെങ്കിലും ഉണ്ടോ കഥകളി പദം പാടാൻ? രണ്ടുപേരി പാടണോ ഇനി? വേണമെങ്കിലോ? അതെ, ഒരു നമുക്ക് അങ്ങയുടെ കഥകളി പദം എന്തെങ്കിലും കേൾക്കണം എന്നൊരാഗ്രഹം. കുറച്ച് ചെറിയൊരു ഭാഗം പാടാം ഞാൻ. അജിത ഹരേ ജയ മാധവ വിഷ്ണു അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖദേവ നത അജമുഖദേവ നത പല ദിനമായി ഞാനും ബലഭദ്രാനുജ നിന്നെ പല ദിനമായി ഞാനും ബലഭദ്രാനുജ നിന്നെ നലമോടു കാൺമറിന്നു കളിയല്ലേ രുചിക്കുന്നു കാലവിഷമം കൊണ്ടു കാമം സാധിച്ചറില്ലേ കാലവിഷമം കൊണ്ടു കാമം
സാധിച്ചതില്ലേ നീല നീരദവർണ്ണ മൃദുല കമല രുചിരനയന നൃഹരേ നീല നീരദവർണ്ണ മൃദുല കമല രുചിരനയന നൃഹരേ अजित हरे जय माधव विष्णु താങ്ക് യു സ്വാമിജി. വളരെ ഉഷാറായിട്ട് നമുക്ക് ഈ പദം ആരുടേത് കേട്ടാലും എന്താണെന്നറിയില്ല, ഉടനെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ ഹൈദരലി മാഷാണ്. അത് ഇതും അദ്ദേഹവും നമ്മൾ എവിടെയോ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഒരിക്കലും നമ്മുടെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. അല്ലേ അജിത്ത്? അതെ അതെ അതെ, ഒരു വല്ലാത്തൊരു ഓർമ്മയാണ് ഹൈദരാലി ആശാനെ പറ്റിയിട്ടുള്ളത്. അതെ, നമ്മുടെ ഒരു അരങ്ങിലേക്ക് അദ്ദേഹം വരാനിരിക്കുകയായിരുന്നു. ആ ഒരു യാത്രയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അവസാനത്തെ ഒരു യാത്രയായി മാറിയത്. അതൊരു വല്ലാത്തൊരു ഇതായി പോയി അല്ലേ, ഒരു വലിയ ദുരന്തം തന്നെ ഇപ്പൊ അത്. അതെ. ഏതായാലും വളരെ സന്തോഷം. നമുക്ക് ഇനി നാളെ കാണാം. എല്ലാവർക്കും നമസ്കാരം. നന്ദി സ്വാമിജി. നന്ദി. നമസ്കാരം.